നമസ്കാരം. ദീപക് എന്ന് പറയുന്ന 42 വയസ്സുകാരനായ യുവാവ് തൻ്റെ ജീവൻ ജീവിക്കണ്ട എന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതിന് കാരണം ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒരു യുവതി, തൊട്ടടുത്തിരുന്ന യുവതി ഈ യുവാവ് അറിയാതെ പകർത്തിയ ചില രംഗങ്ങളാണ്. അതായത് ഈ യുവാവ് മനഃപൂർവ്വം ആ യുവതിയെ സ്പർശിക്കാൻ വേണ്ടി കൈകൾ കൊണ്ട് അവരുടെ ശരീരഭാഗത്ത് സ്പർശിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി അവരെടുത്ത റീൽസിന് വേണ്ടി സ്വയമേ എടുത്ത ഭാഗങ്ങളാണ്, വീഡിയോ ആണ് വലിയ തോതിൽ ചർച്ചയാവുകയും അപ്പോൾ 28 ലക്ഷത്തോളം ആളുകൾ കാണുകയും ഇത് വലിയ തോതിൽ ഈ പറയുന്ന യുവാവിന് മാനഹാനി ഉണ്ടാക്കി ഇനി ജീവിക്കണ്ടെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത്. ആ ആത്മഹത്യ ചെയ്ത യുവാവിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ, കോഴിക്കോടുള്ള വീടിൻ്റെ 1 കിലോമീറ്റർ അകലെയാണ്. ഗോവിന്ദപുരം എന്ന് പറയുന്നത് മാങ്കാവിനടുത്തുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് അദ്ദേഹം മരിക്കുമ്പോൾ ജീവൻ ഒടുക്കുന്നതിന് കാരണമായി തീർന്ന ഈ റീൽസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഈ റീൽസിൽ കാണിക്കുന്ന രംഗം മനഃപൂർവ്വം ഇദ്ദേഹം ആ യുവതിയെ സ്പർശിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, മനഃപൂർവ്വം നിന്നു എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ആ റീൽസ് നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം ഇറങ്ങാൻ സമയത്ത് തിരിയുമ്പോൾ മാത്രമാണ് ശരീരത്തിൽ തട്ടുക. അതും മനഃപൂർവ്വമല്ല. ഒരു മനഃപൂർവ്വമല്ലാത്ത യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തട്ടലും മുട്ടലൊക്കെ ഉണ്ട്. അത് മാത്രമാണ് ആ യുവാവിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഹാരിസ് അറബി പറയുന്ന വാചകങ്ങൾ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പറയുന്നത്. ദീപകിന്റെ മരണത്തിന് കാരണമായ വീഡിയോ ചെയ്ത ഷംജീദയുടെ പ്രവൃത്തിയെക്കുറിച്ച് നടുക്കുന്ന ഒരു പ്രധാന ചർച്ച ഇങ്ങനെയാണ്: പെണ്ണുങ്ങൾ അതേപോലെ അതിജീവിത കളിക്കാൻ മിടുക്കുകൾ തന്നെയാണ്. പുരുഷനെ അങ്ങോട്ട് ചെന്ന് മുട്ടി അത് വീഡിയോ ആക്കി പരാതിയോ സോഷ്യൽ മീഡിയ കണ്ടന്റോ ആക്കുകയാണ് ഷംജിദ. ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നത് പുരുഷനാണ്. ഈ സംഭവത്തിൽ പാവം പുരുഷൻ ആത്മഹത്യ ചെയ്തില്ലായിരുന്നു എങ്കിൽ അയാൾ ഈ അപമാനം സഹിച്ചു ജീവിക്കേണ്ടി വന്നേനെ. രാഹുൽ ഈശ്വർ പറയുന്ന പോലെ മെൻസ് കമ്മീഷൻ വേണം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഈ ഒരു പ്രത്യേക സംഭവം എടുത്ത് ഇത് തന്നെയാണ് എല്ലാ സംഭവവും എന്ന് ജനറലൈസ് ചെയ്യുകയാണ്. അത് ശരിയല്ല. ദീപകിന്റെ ആത്മഹത്യയിൽ എത്തിച്ചേർന്ന സംഭവത്തിൽ ഉള്ള യുവതി ഒരു വ്ളോഗർ ആണ്. ഇവരുടെ നാടായ അരീക്കോടുള്ള പലരും അറിഞ്ഞത് ഇവർ ബസ്സിലോ പൊതുവാഹനങ്ങളിലോ സഞ്ചരിക്കുന്ന ആളല്ല എന്നാണ്. സ്ഥിരം സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ഈ സ്ത്രീ ഇങ്ങനെ ഒരു കണ്ടന്റ് പക്ഷേ പലതവണ ബസ്സിൽ യാത്ര ചെയ്ത് കാണും. വീഡിയോയുടെ തുടക്കത്തിൽ അവരുടെ വലത് കൈയിൽ പിടിച്ചാണ് ക്യാമറ. തുടർന്ന് ഇടത് കൈയിൽ പിടിച്ചുകൊണ്ടാണ് ദീപക് അവരുടെ ശരീരത്തെ സ്പർശിച്ചു എന്ന് വിഷ്വൽ കാണിക്കുന്നത്. സ്പർശിച്ചോ ഇല്ലേ എന്ന് ഈ യുവതിക്ക് മാത്രം ബോധ്യപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ദീപക് ബസ്സിൽ നിന്ന് ഇറങ്ങാനുള്ള ശ്രമം തുടങ്ങുമ്പോൾ ആണ് യുവതി ഇടത് കൈയിൽ ക്യാമറ പിടിച്ച് ചിത്രീകരിക്കുന്നത്. അയാൾ ബാഗ് എടുത്ത് കൈ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ആ യുവതിയുടെ ദേഹത്ത് സ്പർശിക്കുന്നതായി തോന്നുന്നുണ്ട്. എന്നാൽ ഇത് ബോധപൂർവമല്ല എന്ന് കരുതേണ്ടി വരും. മാത്രവുമല്ല, അയാൾ സ്പർശിച്ചപ്പോൾ ഉള്ള യുവതിയുടെ മുഖത്തുള്ള നേരിയ പുഞ്ചിരി ഒരു ആപ്റ്റ് വിഷ്വൽ കിട്ടിയ വൈൽഡ് ഫോട്ടോഗ്രാഫറുടെ പോലെയാണ്. പ്രകടമായ യാതൊരു ഡിസ്കംഫർട്ടും അവരുടെ ഭാഗത്തു നിന്നും കാണാനുമില്ല. അതായത് ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, അവരൊരു റീൽസിന് വേണ്ടി ബോധപൂർവം ക്രിയേറ്റ് ചെയ്ത അതാണ് അവിടെ പോയി നിന്ന്, ഒരു യുവാവിൻ്റെ അടുത്ത് പോയി നിന്ന് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത്. അതിനാൽ തന്നെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇരയായി മാത്രമാണ് അവർ ഈ യുവാവിനെ കണ്ടത് എന്ന് കരുതാൻ മാത്രമേ ഇപ്പോൾ ന്യായമുള്ളൂ. അദ്ദേഹം പറഞ്ഞു വന്നത്, ഈ മരണം കരുതിക്കൂട്ടി ഈ റീൽസ് കൊലയാളി എന്ന് പറയപ്പെടുന്ന ഷംജിദ മുസ്തഫ ക്രിയേറ്റ് ചെയ്താണ്. അത് അതിൻ്റെതായ രീതിയിൽ ടെക്നിക്ക് ഉപയോഗിച്ച് ഇദ്ദേഹം സ്പർശിക്കുന്നതായി കാണിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ രംഗങ്ങളൊന്ന് കാണാം നമുക്ക്. കണ്ടല്ലോ, സാധാരണ ലെവലിൽ ഇത് കേസെടുക്കാനൊന്നും പോലീസ് തയ്യാറാവില്ല. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയ രീതിയും രാഹുൽ മാങ്കൂട്ടത്തിനെയുള്ള കേസും ഞാൻ വളരെ ഗൗരവമായി അതിലേക്ക് കടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇറങ്ങി തിരിച്ച ഞാൻ അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കള്ളക്കേസാണെന്നും അദ്ദേഹം നിരപരാധിയാണെന്നും കൃത്യമായി തെളിവുകൾ സഹിതം ഞാൻ വാർത്ത നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും നമ്മൾ രാഷ്ട്രീയക്കാരെന്ന നിലയിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല. ഒരു സ്ത്രീയുമായിട്ടും അദ്ദേഹം
ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ പോകാൻ പാടില്ല. നിരവധി സ്ത്രീകളോട് ഒരേപോലെ പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് സമീപത്തെ എതിർക്കുന്ന ഞാൻ, പക്ഷേ അദ്ദേഹത്തിനെതിരെ എടുത്ത കേസുകളെല്ലാം കള്ളക്കേസുകളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്. അതേപോലെയാണ് ദീപകിൻ്റെ ജീവനെടുത്ത ഈ റീൽസ് കൊലയാളിയുടെ നടത്തിയ ഈ സംഭവം കൃത്യമായി കേരളത്തെ മൊത്തത്തിൽ ഞെട്ടിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇത് ഇത്തരത്തിൽ വ്യാജമായി പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്കേറ്റ വലിയ തിരിച്ചടി തന്നെയാണ്. മറ്റൊരു കാര്യം, ഇന്നലെ വരെ നമ്മൾ കേസെടുക്കില്ല എന്ന് കണ്ടെടുത്ത് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ ഓർഡർ ഇട്ടു, അടിയന്തരമായി റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞോട് കൂടിയിട്ട് പോലീസ് ആക്ട് ചെയ്തു. തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ കാണിച്ച വ്യഗ്രതയൊന്നും ഇതിനകത്ത് പോലീസിന് ഇല്ല. കാരണം ഈ നിരപരാധിയായ ദീപകിന് വേണ്ടി വാദിക്കാനോ പറയാനോ ആരുമില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ മെൻസ് അസോസിയേഷന് വേണ്ടി രാഹുൽ ഈശ്വർ 1 ലക്ഷം രൂപ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടതിന് തുല്യമല്ല 1 ലക്ഷവും മറ്റും. അദ്ദേഹം കുടുംബമുള്ള ഒരു ആളാണ്, 2 കുട്ടികളുണ്ട്, ആ ഫാമിലിയെ നോക്കുന്ന ആളാണ്. ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയായി തീർന്നു. നിരപരാധിയായ ഒരു യുവാവിനെ ഇത്രയും വേട്ടയാടുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസിക വ്യതയാണ് ഈ മരണത്തിന് കാരണം. ഇപ്പോൾ കേസെടുത്തത് അവരുടെ അമ്മയുടെ പരാതിയിൽ, അതായത് അമ്മയുടെ പരാതിയിലാണ്, ഇപ്പം കന്യകയുടെ പരാതിയിലാണ് കേസെടുത്തതിൽ പറയുന്നത് എങ്ങനെയാണ്. 63/2026 നമ്പർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേസ് FIR ഇട്ട ഈ കേസിൽ ഇന്ന് 19/1/2026 കെ കന്യക വൈഫ് ചോയി 60 വയസ്സ് ദീപക് ഹൗസ് ഉള്ളാട്ട് തൊടി മണൽത്താലം എന്നവർ നൽകിയ പരാതിയിൽ പരാതിക്കാരുടെ മകൻ മരിച്ചത് ഷിംജിത മുസ്തഫ എന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എന്ന് മറ്റുള്ള പരാതി കോഴിക്കോട് സിറ്റി പോലീസ് മേധാവി അവർകൾ നമ്പർ 36862/2026 CC ഡേറ്റഡ് 19/1/2026 നമ്പറായി മെഡിക്കൽ കോളേജ് സബ് ഡിവിഷൻ ACP ഓഫീസിലേക്ക് അയച്ചത്. നമ്പർ 4PTN MCS 26 എന്ന നമ്പറിട്ട് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾക്കായി മെഡിക്കൽ കോളേജ് പോലീസ് സെഷനിലേക്ക് തപാൽ വഴി അയച്ചു കിട്ടുന്നത് നിയമ നടപടികൾക്കായി FIR രജിസ്റ്റർ ചെയ്തു എന്നും മറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ പരാതി കൊടുത്തത് വളരെ വ്യക്തമാണ്. ഈ റീൽസ് കൊണ്ടാണ് ആ യുവാവ് മരിച്ചത്, ജീവൻ ഒടുക്കിയത്, നീ ജീവിക്കണ്ടെന്ന് തീരുമാനിച്ചത്. നമുക്കറിയാം കണ്ണൂരിൽ ADM നവീൻ ബാബു മരിച്ച കേസിൽ കൃത്യമായി ഇതേപോലെ സമാന സ്വഭാവമുള്ള ഒരു കേസാണ്. ഒരു ഫംഗ്ഷന് വെച്ച് അപമാനിച്ചതാണ് ഈ പറയുന്ന നവീൻ ബാബുവിന്. അതിൻ്റെ പേരിലാണ് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന വകുപ്പാണ് ഈ വകുപ്പ്, 108-ാം വകുപ്പ് എന്ന് പറയുന്നത് BNS 108 വകുപ്പ്. ആ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അതിന് കാരണം ഇത്രയും ജനശ്രദ്ധ ഉണ്ടായത് കൊണ്ടാണ്. ആരും അറിയാതെ പോയിരുന്നെങ്കിൽ ഇവിടെ ഈ സ്ത്രീയും രക്ഷപ്പെട്ടതിനെ. നാളെ വലിയ തോതിൽ ഈ പറയുന്ന യുവതി വലിയ തോതിൽ ഇത് വെച്ചിട്ട് ഞാൻ ഇതിനകത്ത് പോരാട്ടം നടത്തി, എന്നെ ശരീരത്തിൽ സ്പർശിക്കാമെന്ന ആ യുവാവിനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ തിരിച്ചടി വന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലും ഇതേപോലെ തിരിച്ചടി കിട്ടാൻ സാധ്യതയുണ്ട്. ബലാത്സംഗത്തിന് ആണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇതേപോലെ തന്നെ തിരിച്ച് പരാതിയിൽ ആ യുവതിയും അറസ്റ്റിലാകും എന്നുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ആ പെൺകുട്ടി, അതായത് അതിജീവിതയായ രാഹുൽ മാങ്കൂട്ടത്തിനെ പെൺകുട്ടി ഇപ്പോൾ എല്ലാവരും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു അതൊരു കള്ളക്കേസാണ്. അതേപോലെ ഇവിടെ ഈ പറയുന്ന ഷിംജിതയുടെ ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരുടെ പേരിൽ കേസെടുത്തതുകൊണ്ട് ആ ഫോട്ടോയും പ്രസിദ്ധീകരിക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ വിമർശിക്കുന്ന ആളുകൾ വാർത്ത പ്രസിദ്ധീകരിക്കാറ്. ഒരു തുമ്പ് കിട്ടിയാൽ അപ്പം തന്നെ IT-Act 67 വെച്ചിട്ട് പിറ്റേ ദിവസം പോലീസ് വീട്ടിലെത്തുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. പിണറായി വിജയൻ ഏകാധിപതി ഭരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ വാർത്തയും ചെയ്യേണ്ടത്. നമ്മൾക്കെതിരെ ഏത് സമയത്തും ഒരു കേസ് വരാം, പക്ഷേ കേസിൽ ഒരു തരത്തിലും തെളിവുണ്ടാകുന്ന നമുക്കെതിരെ തിരിയാവുന്ന തരത്തിലൊരു വാർത്ത പോലും ചെയ്യാതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. ഇത്തരം കൊലയാളികളായ സ്ത്രീകളെ കുറിച്ചൊക്കെ വാർത്ത ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ പേര് പറയാതെ അതിജീവിത എന്നൊക്കെ പറയേണ്ട ഒരു ഗതികേടാണുള്ളത്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ 3 കേസുകളും
ആ പറയുന്ന 3 പേരും ഇതേപോലെ കള്ളക്കേസാണ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ നാളെ അവരുടെ ഫോട്ടോ നമുക്ക് പ്രസിദ്ധീകരിക്കേണ്ടി വരും. കാരണം അവർക്കെതിരെ രാഹുൽ മാങ്കൂട്ടം കേസ് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ സന്ദർഭത്തിൽ വലിയ തോതിൽ തന്നെ ഇത് വാർത്തയായി തീരും, വാദിപ്രതിയായി തീരും. ഇവിടെ ഞാൻ വാദിപ്രതിയാകുന്ന രൂപത്തിലാണ് വരുന്നത്. റീൽസ് പബ്ലിഷ് ചെയ്തു എന്ന പേരിൽ ഉണ്ടാക്കിയെടുത്ത ഈ സംഭവം വലിയ തോതിൽ തിരിച്ചടിയായി മാറി. ഇപ്പോൾ ഷംസിദ മുങ്ങിയിരിക്കുകയാണ്, വിദേശത്തേക്ക് മുങ്ങി എന്നാണ് അറിയുന്നത്. നന്ദി, നമസ്കാരം.